സർവശിക്ഷ കേരളയുടെ കീഴിലുള്ള ഇടുക്കിയിലെ കട്ടപ്പന ബ്ലോക്ക് റിസോഴ്സ് സെന്ററിൽ നിന്നും 32 ലക്ഷത്തിലധികം രൂപ തട്ടിയെടുത്ത് കരാർ ജീവനക്കാർ. ഇരട്ടയാർ വെട്ടിക്കൊമ്പിൽ അശോക് വി ജോസഫ്, കട്ടപ്പന തെക്കുംപുറത്തെ വീട്ടിൽ അഞ്ജലി ദാസ് എന്നിവരാണ് പണം തട്ടിയെടുത്തത്. കൂടുതൽ തുക ഇവിടെ നിന്നും നഷ്ടമായിട്ടുണ്ടെന്നാണ് സംശയം. സംഭവത്തിൽ സംസ്ഥാന പ്രോജക്ട് ഓഫീസിൽ നിന്നുള്ള സംഘം വിശദമായ അന്വേഷണം ആരംഭിച്ചു. മെയ് മാസത്തിൽ നടന്ന ആഭ്യന്തര ഓഡിറ്റിലാണ് ക്രമക്കേട് പുറത്തുവന്നത്. കരാർ ജീവനക്കാരായിരുന്ന അശോക് ബി ജോസഫിന്റെ കാനറ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ അക്കൗണ്ടുകളിലേക്ക് BRCയുടെ കാനറ ബാങ്കിലെ 3 അക്കൗണ്ടുകളിൽ നിന്ന് 20,19,694 രൂപയും അഞ്ജലി ദാസിന്റെ ഫെഡറൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് 12,55,711 രൂപയും മാറ്റിയതായാണ് കണ്ടെത്തിയത്. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കായി അനുവദിച്ച ഗ്രാന്റും പരിശീലന പരിപാടിയിൽ പങ്കെടുത്ത അധ്യാപകർക്ക് നൽകേണ്ട യാത്രാബദ്ധയും ഉൾപ്പെടെയുള്ള ഫണ്ടുകളാണ് ഇരുവരും അനധികൃതമായി വക മാറ്റിയത്. ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന് ഇരുവരെയും ജോലിയിൽ നിന്ന് പുറത്താക്കി. ആദ്യഘട്ടത്തിൽ കണ്ടെത്തിയ തുക തിരിച്ചടപ്പിക്കുകയും ചെയ്തു. കട്ടപ്പന BRCയിൽ നിന്നും കൂടുതൽ തുക നഷ്ടമായിട്ടുണ്ട് എന്ന വിലയിരുത്തലിനെ തുടർന്നാണ് സർവശിക്ഷ കേരളയുടെ സംസ്ഥാന പ്രൊജക്ട് ഓഫീസിൽ നിന്ന് പ്രത്യേക ഓഡിറ്റ് സംഘത്തെ നിയോഗിച്ച് പരിശോധനകൾ ആരംഭിച്ചത്. 1 കോടിയിലധികം രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ഇരുവരും ജോലിയിൽ പ്രവേശിച്ച കാലം മുതലുള്ള എല്ലാ സാമ്പത്തിക ഇടപാടുകളും സംഘം വിശദമായി പരിശോധിക്കും. ഇതിനിടെ വിവിധ ചുമതലകൾ വഹിച്ച ബ്ലോക്ക് പ്രോഗ്രാം കോർഡിനേറ്റർമാരുടെ പങ്കും അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തും. പ്രത്യേക ഓഡിറ്റ് സംഘത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കുമെന്നാണ് വിവരം. ഇതിനിടെ ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അശോക് വി ജോസഫിനും അഞ്ജലി ദാസിനുമെതിരെ കട്ടപ്പന പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ജനം, ഇടുക്കി.